Yes, welcome everyone. The math school at trigonometry learn without by hearting the formulas എന്ന പറഞ്ഞ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബോർഡ് എക്സാമിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മിഡ് ഫെബ്രുവരി തൊട്ട് മാർച്ച് വരെയാണ് ഫസ്റ്റ് ഫേസ് വരുന്നത്. സെക്കൻഡ് ഫേസ് എപ്പോഴാണ് വരുന്നത്? മെയിലും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് അങ്ങനെ സ്ലോലി ഇപ്പോൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നവംബറിലെ പോർഷൻ തീരുമ്പോഴേക്കും ഒരു 5-6 ചാപ്റ്ററൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ കിട്ടാത്ത കുറേ പേർക്ക് ഐഡിയ കിട്ടാത്ത ഒരു ചാപ്റ്ററാണ് ഏതാണ്? ട്രിഗ്നോമെട്രി. അപ്പോൾ ആ ചാപ്റ്റർ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഫോർമുലസ് ബൈ ഹാർട്ട് കണ്ട് പഠിക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, എൻ്റെ പേര് മനു, ദ മാത്സ് സ്കൂളിലെ ഫൗണ്ടറാണ് ഞാൻ. ഓക്കെ, സോ എനിക്കറിയാം കുട്ടികളെ, ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ട്രിഗണോമെട്രി പറ്റാത്തൊരു കാര്യമാണ്. കുറേ 90% കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് ട്രിഗണോമെട്രി. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും മറന്നു പോകും. പക്ഷെ ആ മറക്കാണ്ടിരിക്കാൻ നമുക്ക് എങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മറക്കാണ്ട് പഠിക്കാമെന്നാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്. ബോർഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 13 മുതൽ 14 മാർക്ക് വരെയാണ് ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ്. അത് കുറേ പേർക്ക് പോകാൻ കാരണം ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ മാത്രമേ ടഫ് ഉണ്ടാകത്തുള്ളൂ. ബാക്കിയെല്ലാം പോകാൻ കാരണം ഈ ഫോർമുലസ് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കുന്ന മുന്നേ ആ ചാപ്റ്റർ എങ്ങനെ വന്നതെന്ന് നോക്കിയാലും ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ എങ്ങനെയാണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് ആർക്ക് പറയാം? ഓക്കെ, ട്രിഗണോമെട്രി ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലം 1000, 2000, 3000 വർഷങ്ങൾക്ക് മുന്നേ പല സെയിലേഴ്സും അല്ലെങ്കിൽ യാത്രക്കാർ, നാവിഗേറ്റേഴ്സ്, അവരൊക്കെ എങ്ങനെ എത്ര ദൂരം സഞ്ചരിക്കണം എന്ന് കണ്ടുപിടിക്കാം. അറിയോ? അന്ന് ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ മാപ്സൊക്കെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ഫോൺ പോലും ഇല്ലാത്ത കാലം. ഫോണോ ഒന്നും ടെക്നോളജി ഇല്ലാത്ത കാലം. അവരുടെ തന്നെ വേറെ തന്നെ ടെക്നോളജിയാണ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത്. ഓക്കെ, സോ ഈ പിരമിഡ്സൊക്കെ ഇല്ലേ, പിരമിഡ്സൊക്കെ എത്ര ഹൈറ്റിൽ വെക്കണം അല്ലെങ്കിൽ ബിൽഡ് ചെയ്യണമെന്ന് പോലും ട്രിഗണോമെട്രിയുടെ ഒരു ഹെൽപ്പോടെയാണ് അത് ബേസിക്കലി അവർ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബേസിക്കലി അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ആൾക്കാർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനോക്കുലർ വെക്കും. ബൈനോക്കുലർ വെച്ചിട്ട് സ്റ്റാർ, സണ്ണ്, മൂണൊക്കെ, നമ്മളിപ്പോഴത്തെ ബൈനോക്കുലർ ഒന്നും അല്ല കേട്ടോ, അന്നൊക്കെ വേറെ തന്നെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ബൈനോക്കുലേഴ്സ് വെച്ചിട്ട് അവർ ബേസിക്കലി ഇതെല്ലാം സ്റ്റാർ, സണ്ണ്, മൂൺ എല്ലാം ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു പല മാത്സിൽ പല ഫോമുലകളൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ടാണ് അവർ കണ്ടുപിടിക്കുക എത്ര ദൂരം അവർക്ക് സഞ്ചരിക്കണമെന്ന്. ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ന് ഒരു ആവശ്യമില്ല അല്ലേ. ഇന്ന് ഞാൻ പറയുന്നു, എനിക്ക് പാലക്കാട് മുതൽ തൃശ്ശൂർ പോകണം. പാലക്കാട് അടിച്ചു, തൃശ്ശൂർ അടിച്ചു, എത്ര ദൂരം, എത്ര ടൈം, എങ്ങനെ പോകണം, ഏത് റൂട്ടെന്ന് പോലും അവിടെ ട്രിഗണോമെട്രി ഉണ്ട് കേട്ടോ, അവിടേക്കാൻ വരാം. അപ്പോൾ ആ സമയത്ത് സെക്കൻഡ് BC ബിഫോർ ക്രൈസ്റ്റിൽ ഒരു മിസ്റ്റർ ഹിപ്പാർക്കസ്, ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ട്രിഗണോമെട്രി. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സണ്ണിൻ്റെ റേസ്, സൂര്യൻ ഉദിച്ച സമയമാണെന്ന് പറയണേ, സണ്ണിൻ്റെ റേസ് ഇങ്ങനെ വന്ന് പുള്ളി തലയിൽ അടിച്ചു. പുള്ളി ഇങ്ങനെ വടിയും പിടിച്ചിങ്ങനെ നടക്കുക, പ്രായം കേട്ടോ, പുള്ളി ഇങ്ങനെ വടിയും പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ പുള്ളി നോക്കി, ഭയങ്കര വലിയ ഷാഡോ പുള്ളിക്കാരൻ്റെ തന്നെ. അതേ സ്ട്രീറ്റിലൂടെ പുള്ളിക്കാരൻ വേഗം നടക്കുക, വടിയും പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ സണ്ണ് ഇവിടെയായിരുന്നു. ഇപ്പോൾ സണ്ണ് എന്താ മാറി, തലയുടെ മുകളിലായി, ഏകദേശം 90 ഡിഗ്രി ആയി. ഓക്കെ, അപ്പോൾ നടക്കുമ്പോൾ പുള്ളി നോക്കുമ്പോൾ ഷാഡോയുടെ ലെങ്ത്ത് കുറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി, സണ്ണിൻ്റെ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് പുള്ളിയുടെ ഷാഡോ ലെങ്ത്ത് കൂട്ടും കുറയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ബേസിക്കലി ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ. ഹിപ്പാർക്കസിനെ തല്ലിക്കൊല്ലാൻ ദേഷ്യം ഉണ്ടാവുമല്ലേ? വേണ്ട, നമുക്ക് ഈസിയായിട്ട് പഠിക്കാമെന്നേ. അപ്പോൾ അങ്ങനത്തെ ഒരു സണ്ണിൻ്റെ പൊസിഷൻ വെച്ച് ഷാഡോ ലെങ്ത് കൂടുതലും കുറയണം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ബേസിക്കലി പുള്ളിക്കാരങ്ങളെ പഠിച്ച് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തിപ്പെടണം. ഇനി ഞാൻ ചോദിക്കുക, ഈ ട്രിഗണോമെട്രി ചാപ്റ്റർ എവിടെയൊക്കെ യൂസ് ചെയ്യണം? നിങ്ങൾ ഗൂഗിൾ മാപ്സ്, നിങ്ങളിപ്പോൾ ബ്രിഡ്ജിൽ പോവുകയാണെങ്കിൽ അവിടെയും, ആസ്ട്രോണമിയിൽ, സ്പേസ്, റോക്കറ്റ് സയൻസ് എല്ലാവരും ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. നാളെ എഞ്ചിനീയറിംഗിൽ പോകുകയാണെങ്കിലോ അവിടെയും ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. നാളെ ഡോക്ടർ ആവാൻ സ്റ്റെതസ്കോപ്പിൻ്റെ അപ്ലിക്കേഷനിലോ അവിടെയും ചെറുതായിട്ട് ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ട്രിഗണോമെട്രി അപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പല മിഷൻസ് ഉണ്ടാക്കാൻ പോലും ട്രിഗണോമെട്രി ചെറിയൊരു അപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തുടങ്ങുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കും എങ്ങനെ പഠിക്കണം ആ ചാപ്റ്റർ ഈസി ആയിട്ട്. ഓക്കെ, ഈ ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ കുറേ നേരം ഞാൻ പറഞ്ഞു ട്രിഗണോമെട്രി. സാറേ എന്താണ് ഈ ട്രിഗണോമെട്രി? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും 3 ആംഗിൾസ് തമ്മിലുള്ള റിലേഷനാണ് ട്രിഗണോമെട്രി. ഓക്കെ, നമ്മൾ ബേസിക്കലി ഒരു ട്രിഗണോമെട്രി ചാപ്റ്റർ
എപ്പോഴും ഒരു റൈറ്റ് ട്രയാങ്കിൾ ചുറ്റിപ്പറ്റിയാണ് നടക്കുക. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു റൈറ്റ് ട്രയാങ്കിളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബേസിക്കലി പഠിക്കുന്നത് നമ്മൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ ഇവിടെ നോക്ക്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഓക്കെ എ ബി സി, വി കോൾ ഇറ്റ് ആസ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. ഇതിൽ ആംഗിൾ ബി ആണ് 90 ഡിഗ്രി അല്ലേ. ആംഗിൾ ബി 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി ഏതൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തോ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ഹൈപ്പോട്ടനസ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കോ, ഇങ്ങനെയാണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഓക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് വരിക. ഓക്കെ, ഏതൊരു 90 ഡിഗ്രി ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഏതൊരു 90 ഡിഗ്രി ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കാം, നമുക്ക് രണ്ട് അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെ രണ്ട് അക്യൂട്ട് ആംഗിൾസ്? ആംഗിൾ എയും ആംഗിൾ സിയും. നമുക്ക് രണ്ട് അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്, ആംഗിൾ എയും ആംഗിൾ സിയും. ഇനി ഈ അക്യൂട്ട് ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് തീറ്റ. ഈ ഭക്ഷണം കഴിക്കുന്ന തീറ്റ അല്ല മക്കളെ, തീറ്റ അല്ല, ഒരു ഗ്രീക്ക് ആൽഫബറ്റാണ് തീറ്റ. ആംഗിൾസിനെ വിളിക്കാൻ മനു എന്ന് വിളിക്കാൻ പറ്റും. ആംഗിൾസിനെ ആരെങ്കിലും അങ്ങനെ ചെയ്യോ? മനു എന്ന് വിളിക്കാൻ പറ്റും ആംഗിൾസിനെ? തല്ലു നാട്ടുകാർ. ഓക്കെ, അപ്പോൾ ആംഗിൾസിനെ വിളിക്കുന്ന അക്യൂട്ട് ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് തീറ്റ. ഒന്നെങ്കിൽ ആംഗിൾ എ തീറ്റ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആംഗിൾ സി ആയിട്ടും തീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ട്രിഗണോമെട്രി നമുക്ക് റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, സാധാ എല്ലാ ട്രയാങ്കിളിലും നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ പഠിക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ എളുപ്പമാണ്, അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിളിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ആംഗിൾ സി നോക്കിയേ, ആംഗിൾ സി ആണ് തീറ്റയായിട്ട് എടുക്കുന്നത്. ആംഗിൾ സി ആണ് തീറ്റയായിട്ട് എടുക്കുന്നത്. ഈ തീറ്റയുടെ സൈഡുള്ളത് നോക്കിയേ, ഇതിനെ വിളിക്കുന്ന പേരാണ് അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് പറഞ്ഞാൽ നെക്സ്റ്റ് ടു നെക്സ്റ്റ് അല്ലേ. രണ്ട് കാര്യങ്ങൾ അഡ്ജസ്റ്റൻ്റ് പറഞ്ഞാൽ ഒന്ന് നെക്സ്റ്റ് ടു നെക്സ്റ്റ് സാധനങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ടീച്ചറെ സൈഡിൽ വിളിക്കുന്ന സൈഡിനാണ് അഡ്ജസൻറ്റ് സൈഡ്. ഇനി നോക്കിയേ, ടീച്ചർ ഓപ്പോസിറ്റ് എന്താ? ഓപ്പോസിറ്റ് സൈഡ്. എങ്ങനെയായിരുന്നു? ഒരു അക്യൂട്ട് ആംഗിൾ സി, ആ സീനെ ഞാൻ തീറ്റ എന്ന് പറഞ്ഞു. ആ തീറ്റയുടെ നെക്സ്റ്റ് ഉള്ള സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ്. ആ ടീച്ചറെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. എ സി എന്താണെന്ന് നമ്മൾ പറയാത്ത, എ സി ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു 3 സൈഡ്, ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, തീറ്റ, ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോണത്. ടീച്ചറെ സൈഡിൽ അഡ്ജസൻറ്റ് സൈഡ്, ടീച്ചറെ ഓപ്പോസിറ്റ് സൈഡ്, പിന്നെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, നമുക്ക് ബേസിക്കലി മാത്തമാറ്റിക്സിൽ 6 അല്ലെങ്കിൽ ട്രിഗണോമെട്രിയിൽ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലേ. ഇതെല്ലാവർക്കും അറിയാം. സൈൻ, കൊസൈൻ, ടാൻജൻറ്റ്, കൊസീക്കൻറ്റ്, സീക്കൻറ്റ്, കോ ടാൻജൻറ്റ്. ഓക്കെ, ഇനി ഇതൊക്കെ ഫുൾ ഫോമാണ്. ഇവരെ ഷോർട്ട് ഫോമിനെ വിളിക്കുന്ന പേരാണ്. സൈനിനെ SIN എന്ന് പറയും, സൈൻ. കൊസൈനെ നമ്മൾ കോസ് എന്ന് പറയും. ടാൻജൻറ്റ് നമ്മൾ ടാൻ എന്ന് പറയും. ഓക്കെ, പിന്നെ അതേപോലെ കൊസീക്കനെ നമ്മൾ എന്ത് പറയും? കൊസീക്ക് എന്ന് പറയും. ഓക്കെ, സീക്കനെ നമ്മൾ എന്ത് പറയും? സീക്ക് എന്ന് പറയും. പിന്നെ അതേപോലെ കോട്ടാൻജൻറ്റ് നമ്മൾ എന്ത് പറയും? കോട്ട് എന്ന് പറയും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 6 പേരെ പറ്റിയ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, ഇനി ഈ റേഷ്യോസിൻ്റെ കൂടെ നമ്മൾ ആംഗിൾസും കൂടി ആഡ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മൾ വിളിക്കുന്ന പേര് വരുന്നത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക്ക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ. ഓക്കെ, ഏതാണ് ഈ 6 റേഷ്യോസും അവരുടെ കൂടെ ആംഗിളും കൂടി ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ കറക്റ്റ് അബ്രീവേഷൻ വരുന്നത് സീക്ക് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൂട്ടരും വിചാരിക്കും, സാറേ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻറ്റു തീറ്റയാണോ? അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇല്ല. ഇനി ഈ 6 ട്രിഗണോമെട്രിക് റേഷ്യോസിനും അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം, പക്ഷേ റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കാം. റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കാൻ പോകണം. ഓക്കെ, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. ഇനി നോക്കിയേ, ശ്രദ്ധിക്കും. സൈൻ, ഇവിടെ നോക്കിക്കോ, സൈൻ തീറ്റ റെസിപ്രോക്കലാണ്. എന്താണ് സൈൻ തീറ്റ റെസിപ്രോക്കൽ? 1/കൊസിക് തീറ്റ. ഓക്കെ, സൈൻ തീറ്റ റെസിപ്രോക്കലാണ് 1/കൊസിക് തീറ്റ. അതേപോലെ എനിക്ക് കൊസീക് തീറ്റ റെസിപ്രോക്കലാണ് 1/സൈൻ തീറ്റ. കണ്ടോ,
സൈൻ്റെ റെസിപ്രോക്കൽ 1 കൊസീക്ക്, കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ 1 സൈൻ. ഇനി അതേപോലെ കോസ് തീറ്റ റെസിപ്രോക്കലാണ് 1 സീക്ക് തീറ്റ, അല്ലെങ്കിൽ സീക്ക് തീറ്റ റെസിപ്രോക്കലാണ് നമുക്ക് എന്താ പറയുക 1 കോസ് തീറ്റ. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. സൈൻ്റെ റെസിപ്രോക്കൽ 1 കൊസീക്ക്, കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ 1 സൈന്, കോസിൻ്റെ റെസിപ്രോക്കൽ 1 സീക്ക്, സീക്കിൻ്റെ റെസിപ്രോക്കലാണ് 1 കോസ് തീറ്റ. ഇനി ടാൻ തീറ്റ ശ്രദ്ധിക്കുക. ടാൻ തീറ്റ റെസിപ്രോക്കലാണ് 1 കോട്ട് തീറ്റ. അതേപോലെ കോട്ട് തീറ്റ റെസിപ്രോക്കലാണ് 1 ടാൻ തീറ്റ. നിങ്ങളിത് എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഈ 6 റെസിപ്രോക്കൽസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സാറല്ലേ പറഞ്ഞ് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുമെന്ന്. യെസ്, നമ്മൾ ഈസിയായിട്ട് പഠിക്കാൻ പോകണം. നമുക്ക് ഈ ഒരു 6 കാര്യങ്ങളും പ്ലസ് ഒരു 2 കാര്യം നമ്മൾ അറിഞ്ഞേ പറ്റൂ ട്രിഗണോമെട്രിയിൽ. ഓക്കെ, സൈൻ റെസിപ്രോക്കൽ എന്താ? കൊസീക് തീറ്റ. കൊസീക് തീറ്റ റെസിപ്രോക്കൽ എന്താ? സൈൻ തീറ്റ. സീക്ക് തീറ്റ റെസിപ്രോക്കൽ എന്താ? കോസ് തീറ്റ. കോസ് തീറ്റ റെസിപ്രോക്കൽ എന്താ? സീക്ക് തീറ്റ. ടാൻ തീറ്റ റെസിപ്രോക്കൽ എന്താ? കോട്ട് തീറ്റ. കോട്ട് തീറ്റ റെസിപ്രോക്കൽ എന്താ? ടാൻ തീറ്റ. 6 കാര്യങ്ങൾ പഠിച്ചു. ഇനി 2 സ്പെഷ്യൽ ഫോമുലുണ്ട് മക്കളെ. 2 സ്പെഷ്യൽ ഫോമുലുണ്ട്. ഈ 2 സ്പെഷ്യൽ ഫോമുകൾ നിങ്ങൾ അറിഞ്ഞേ പറ്റും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമതൊക്കെ. നോക്ക്, ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫോമുല സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതേപോലെ കോട്ട് തീറ്റ നിങ്ങൾ നോക്കിയേ, ടാൻ്റെ റെസിപ്രോക്കൽ എന്താ? കോട്ടല്ലേ. നോക്കി നമ്മളിവിടെ ഇവിടെ കണ്ടോ, ടാൻ തീറ്റ റെസിപ്രോക്കൽ എന്താ? കോട്ട് തീറ്റ. ടാനും കോട്ടും ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കിയേ, ടാൻ തീറ്റ റെസിപ്രോക്കൽ കോട്ട് തീറ്റാണ്, കോട്ട് തീറ്റ റെസിപ്രോക്കൽ ടാൻ തീറ്റാണ്. അല്ലേ, ഉൾട്ടാ ബുൾട്ട അല്ലേ, തല തിരിഞ്ഞ് എഴുതി. ടാൻ്റെ തല തിരിഞ്ഞ് കോട്ടാവും, കോട്ട് തല തിരിഞ്ഞ ടാനാവും. അതേപോലെ ടാൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെങ്കിൽ അതിൻ്റെ തല തിരിഞ്ഞ് എന്താവും? കോട്ട്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോസ് തീറ്റ ബൈ എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. ഓക്കെ, സൈൻ ടാൻ മാത്രം അറിയാൻ മതി. ടാൻ സൈൻ ബൈ കോസ് എന്ന് പഠിച്ചാൽ മതി. ടാൻ്റെ തല തിരിഞ്ഞ് കോട്ടെന്നറിയാം. അപ്പോൾ സൈൻ ബൈ കോസ് തല തിരിഞ്ഞ് എന്താവും? കോസ് ബൈ സൈൻ. ഇനി ശ്രദ്ധിക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കണം. ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം റേഷ്യോസാണ്. ഈ സൈനും കോസും ടാനും ഒക്കെ എന്ന് പറഞ്ഞാൽ റേഷ്യോസാണ്. എന്തിൻ്റെ റേഷ്യോസാണ് മക്കളെ? നോക്കിയേ, എന്തിൻ്റെ റേഷ്യോസാണ്? ഈ സൈഡ്സ്, ഈ 3 സൈഡ്സ്, ഹൈപ്പോട്ടന്യൂസും അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും തമ്മിൽ ഉള്ള റേഷ്യോസാണ് അവർ. ഓക്കെ, അപ്പോൾ നോക്ക്, ശ്രദ്ധിക്കുക അവിടെ. ഓക്കെ, നമുക്കറിയാം, ഞാനിതെടുത്തു തീറ്റ, തീറ്റ എ ബി സി. ഇത് അഡ്ജസൻറ്റ് സൈഡാവും, ഇത് ഓപ്പോസിറ്റ് സൈഡാവും, ഇത് ഹൈപ്പോട്ടന്യൂസ് ആവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. ട്രിഗണോമെട്രിക് റേഷ്യോസ് ബേസ്ഡ് ഓൺ സൈഡ്സ് അറിയണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ് സോ കാറ്റുവ. സോ കാറ്റുവ, സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ്. കഴിഞ്ഞു. ഇതും ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്താ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്താ ട്രയാങ്കുലർ റേഷ്യോസ് ഇത് ഡിറൈവ് ചെയ്യാം. ട്രയാങ്കുലർ റേഷ്യോസ് നിങ്ങൾക്ക് ഇത് ഡിറൈവ് ചെയ്യാമെന്നേ. എങ്ങനെയാണ്? സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ്. ഏതൊരു പഴയ കുതിര വന്നിട്ട് ഏതൊരു പഴയ ആനയെ തല്ലി അല്ലെങ്കിൽ ഇടിച്ചു. സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ്. ഇവിടെ നോക്കിക്കോ, ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. സം ഓൾഡ് ഹോസ്. സം ഓൾഡ് ഹോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സം ഓൾഡ് ഹോസിലെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സം എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഇക്വൽ ടു ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്. ഏതാ? ഓപ്പോസിറ്റ് സൈഡ്. ഹോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. യെസ്, സം എന്ന് പറഞ്ഞാൽ സൈൻ. ഇപ്പോൾ സൈൻ തീറ്റ ഇസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കണ്ടോ, സൈൻ തീറ്റ അറിഞ്ഞാൽ മാത്രം മതി. അല്ലെങ്കിൽ സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ്. അപ്പോൾ സം ഓൾഡ് ഹോസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ഇസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഇനി നോക്കിയേ, ഇനി ഇവിടെ നോക്കിയാൽ ശ്രദ്ധിക്കാം. ഇനി എന്താണ് അടുത്ത സെൻറ്റൻസ്? അടുത്ത സെൻറ്റൻസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ്. കെയിം ആൻഡ് ഹിറ്റ്. ആദ്യത്തെ 3 വാക്ക് സം ഓൾഡ് ഹോസ്. സം ഓൾഡ് ഹോസ് എന്ന് പറഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ സൈന്, ഓൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്.
കെയിം ആൻഡ് ഹിറ്റ്. കെയിം സി എന്ന് പറഞ്ഞാൽ എന്താ? കെയിം എന്ന് പറഞ്ഞാൽ എന്താ? കോസ് അല്ലേ? കെയിം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? കോസ്. ഇപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കെയിം ആൻഡ് ഹിറ്റ്. കെയിം എന്ന് പറഞ്ഞാൽ കോസ്, ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ്. ആൻഡ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടന്യൂസ്. കണ്ടോ? സം ഓൾ ഹോസ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കെയിം ആൻഡ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി മൂന്നാമത്തെ ശ്രദ്ധിക്കാം. കണ്ടോ? ഇത് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇതിലെന്താ പഠിക്കാനല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്നത് എവിടെയാണ്? സൈനും കോസും ടാൻ. കണ്ടോ? ടാൻ്റെ റേഷ്യോസ് അറിയില്ല ആർക്കും. റേഷ്യോസ് എളുപ്പത്തിൽ പഠിക്കാൻ ഇതിനെക്കാളും കൂടുതൽ ഈസിയൊരു മെത്തേഡ് ഇല്ല വേറെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ദ സം ഓൾഡ് ഹോസ് സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കെയിം ആൻഡ് ഹിറ്റ് കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദ ഓൾഡ് ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ അല്ലേ? അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു അല്ലേ? അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താ? എന്ന് പറഞ്ഞാൽ ടാൻ. ഓൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലേ? ദ ഓൾഡ് ആൻഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ്. കണ്ടോ? ഇത്ര ഉള്ളൂ മക്കളെ, ഇത്ര ഉള്ളൂ സംഭവം അല്ലേ? നോക്കിയേ, ഞാൻ ഒന്നും കൊണ്ടും പറയാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നോക്കിയേ, സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ്. കഴിഞ്ഞു അല്ലേ? അപ്പോൾ ബേസിക്കലി ഇതറിയാൻ പറ്റുന്നത് സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ സം. ഓക്കെ, ഒന്നുകൂടി പറയാം. സം ഓൾഡ് ഹോസ് കെയിം ആൻഡ് ഹിറ്റ് ദ ഓൾഡ് ആൻഡ്. സം ഓൾഡ് ഹോസ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കെയിം ആൻഡ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദ ഓൾഡ് ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത്രയേ ഉള്ളൂ ട്രിഗ്നോമെട്രി റേഷ്യോസ് ബേസ്ഡ് ഓൺ സൈഡ്സ്. ഇതറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്താ? ട്രിഗ്നോമെട്രി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇനി നിങ്ങൾ ചോദിക്കും, സാറേ കൊസീക്ക് സീക്ക് കോട്ട് അത് ഇവരുടെ റേഷ്യോസിൻ്റെ റെസിപ്രോക്കൽസ് ആണോ? ഇവിടെ ഞാൻ നോക്കിയേ, നിങ്ങൾക്കറിയാം. ഇവിടെ നോക്ക്, കൊസീക്ക് തീറ്റ എന്താണ്? 1/sin തീറ്റ. സൈൻ്റെ ഉൾട്ട ബുൾട്ട എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി കോസിൻ്റെ റെസിപ്രോക്കൽ എന്താ? സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു 1/cos തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി എന്താ? ടാൻ തീറ്റ. ടാൻ അല്ല, കോട്ട് തീറ്റ ഇസ് ഈക്വൽ എന്താ? 1/tan തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇത്ര ഉള്ളൂ കാര്യം. എളുപ്പമായില്ലേ? ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ബേസ്ഡ് ഓൺ സൈഡ്സ് എളുപ്പമാക്കിയൊന്നുമില്ലേ? നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ ഒറ്റ കാര്യം, ഈ ആൻറ്റിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. സം ഓൾഡ് ഹോസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കെയിം ആൻഡ് ഹിറ്റ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദ ഓൾഡ് ആൻഡ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഫിക്സഡ്. കഴിഞ്ഞു. ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി എല്ലാം